ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലെ മുതൽ വീട്ടിനകത്ത് വീണ്ടും കലാപം ആരംഭിച്ചിരിക്കുകയാണ്. നിസ്സാര വിഷയങ്ങളെ വലിയ ഇന്റർനാഷണൽ പ്രശ്നങ്ങൾ പോലെ ഊതിപ്പെരിപ്പിക്കുവാൻ അതിനകത്ത് കുറേ ആൾക്കാരുണ്ട്. അനീഷ് തന്നെയാണ് ഇന്നും താരമായിരിക്കുന്നത്. സത്യത്തിൽ ആ മനുഷ്യന് ആവശ്യമില്ലാത്ത ഹൈപ്പ് ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഇത്രയധികം ബിഗ് ബോസിന്റെ സീസണുകളൊക്കെ കണ്ടിട്ട് ബിഗ് ബോസിൽ എങ്ങനെയാണ് ഒരു മത്സരാർത്ഥിക്ക് ഹൈപ്പ് കിട്ടുന്നതെന്നും എങ്ങനെയാണ് അയാളെ പ്രേക്ഷക സമൂഹം ഏറ്റെടുക്കുന്നത് എന്നുമുള്ളതെല്ലാം നന്നായി മനസ്സിലാക്കിയിട്ട് അകത്ത് കയറിയ ആൾക്കാരാണ്. പക്ഷേ മുൻപുള്ള ഓരോ സീസണുകളിലെയും മത്സരാർത്ഥികൾ ചെയ്തു കൂട്ടിയ അബദ്ധങ്ങൾ തന്നെ ഇപ്പോൾ വന്ന ആൾക്കാരും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അബദ്ധങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ മിടുക്കനാണ് അനീഷ്. അനീഷിന്റെ ഓരോരോ മാനറിസങ്ങളും അത് നമുക്കാർക്കും പിടിക്കുന്നൊരു കാര്യമല്ല. ബി ഹൗസിനകത്ത് 24 മണിക്കൂർ മുതൽ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇഗ്നോർ ചെയ്ത് കളയുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. പക്ഷേ ഓരോന്നിന്റെയും തുമ്പിൽ കയറി പിടിച്ച് ഇത് വലിയ വാർത്തയാക്കുവാൻ ശ്രമിക്കുമ്പോൾ പതിയെ അനീഷ് എന്ന വ്യക്തിയുടെ പേരും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു ചിരപ്രതിഷ്ഠ നേടുവാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാർക്കും വെറുപ്പിലായിരിക്കും ആരംഭിക്കുന്നത്. പക്ഷേ വെറുത്ത് പിന്നീട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി എന്ന് പറയത്തില്ലേ, ആ രീതിയിലാണ്. വളഞ്ഞിട്ടുള്ള ആക്രമണങ്ങൾ കാണുമ്പോൾ ഇത്രമാത്രം ആക്രമിക്കാൻ അയാൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉയരാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയായിരുന്നു റിയാസിൽ സംഭവിച്ചത്. ഇത് തന്നെയാണ് ഡോക്ടർ റോബിനിൽ സംഭവിച്ചത്. ഇതൊക്കെ തന്നെയാണ് രജിത് കുമാറും ചെയ്തത്. മുൻപുള്ള സീസണിൽ പല ആൾക്കാരും ഇത്തരത്തിലുള്ള ചൊറിച്ചിൽ പരിപാടികൾ ആരംഭിച്ച് ഒടുവിൽ എല്ലാ ആൾക്കാരുടെയും തട്ടുമേടിക്കും. അങ്ങനെ കൂടെ ആക്രമണത്തിന് ഇരയായി കഴിയുമ്പോഴേക്കും ആ വ്യക്തിയെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും, ജനങ്ങൾ ഏറ്റെടുക്കും, വോട്ട് കൊടുക്കാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെയാണ് ഒരു രാജാവ് ഉണ്ടായി വരുന്നത്. ഇത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഈ 3-ാം ദിവസവും ബിഗ് ബോസിനകത്തെ വാർത്തയായി മാറിയിരിക്കുന്നത് അനീഷ് എന്ന കോമണർ തന്നെയാണ്. രാവിലത്തെ പ്രശ്നം ലിവിംഗ് ഏരിയയിൽ ഒരു സ്പൂണ് വെച്ചിട്ടുണ്ട്. ഈ സ്പൂണ് ശൈത്യ കണ്ടിട്ട് അനീഷ് ക്യാപ്റ്റനാണല്ലോ, അയാളുടെ മുമ്പിൽ കംപ്ലൈന്റുമായിട്ട് വരികയാണ്. അതെ, ഞങ്ങൾ ഈ വെസൽ ടീമിന്റെ മുൻപിൽ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് ഞങ്ങൾ കൃത്യമായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കാണുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പാത്രങ്ങൾ ഇരിക്കേണ്ട സ്ഥലത്ത് കൊണ്ട് വെക്കണം. ഇവിടെയല്ല ഇങ്ങനെയുള്ള സ്പൂണും കാര്യങ്ങളും ഒക്കെ വെക്കേണ്ടത്. നിങ്ങൾ ക്യാപ്റ്റൻ അല്ലേ, ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കുകയും ഇത് വെക്കേണ്ട സ്ഥലത്ത് കൊണ്ട് വെക്കാൻ പറയുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിന്റെ മെക്കിട്ട് കയറാൻ തുടങ്ങി. അപ്പോൾ അനീഷ് പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊരു നിസ്സാര കാര്യമല്ലേ. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിക്കുമോ? ഇതൊരു വലിയ പ്രശ്നമല്ലല്ലോ. ഒരു സ്പൂൺ ഇവിടെ കൊണ്ടുവന്ന് ആരോ വെച്ചു, അതങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി ഒന്ന് കഴുകി വെച്ചാൽ എന്താണ് ഇത്ര പ്രശ്നം ഉണ്ടാകുന്നത്? ഇത് നമ്മുടെ വീട് പോലെ കാണുക. നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഇതാരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഇത് കുത്തിപ്പൊക്കി പ്രശ്നമാക്കാൻ വേണ്ടി നമ്മൾ പോവില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ അത് എടുത്തുകൊണ്ട് പോയി കഴുകി വെക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ ശൈത്യ പറഞ്ഞു, എനിക്കിപ്പോൾ സൗകര്യമില്ല. ഇത്രയും കേട്ടപ്പോഴേക്കും നമ്മുടെ വനിതാ പോലീസ് ചാടി ഇറങ്ങുകയാണ്. ശാരിക പറയുകയാണ്, ഇതിനെ അങ്ങനെ സ്വന്തം വീടായിട്ടൊന്നും കാണാൻ പറ്റില്ല. സ്വന്തം വീട്ടിൽ വെസൽ ടീമും ക്ലീനിങ് ടീമും അങ്ങനെ കുക്കിംഗ് ടീമും ഒന്നും ഇല്ലല്ലോ. ഇവിടെ അതൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ആരുടെയും സ്വന്തം വീടൊന്നുമല്ല. ഇവിടെ ഓരോരുത്തർക്കും ഓരോരോ ഡ്യൂട്ടികൾ കൊടുത്തിട്ടുണ്ട്. ആ ഡ്യൂട്ടികൾ അവരവരാണ് ചെയ്യേണ്ടത്. ഇത് ആരാ എടുത്തുകൊണ്ടെന്ന് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കണ്ടുപിടിക്കണം. അവർ തന്നെ ഇത് എടുത്തുകൊണ്ട് പോവുകയും വേണം. അപ്പോൾ വീണ്ടും അനീഷ് പറയുകയാണ്, ഇതൊക്കെ ഒരു മനുഷ്യന്റെ ബേസിക് മാനേഴ്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളാണ്. വലിയ സംഭവമൊന്നുമല്ല, കൊച്ചൊരു സ്പൂണ് മാത്രം. അത് വിരലെ തോണ്ടി അങ്ങോട്ട് കൊണ്ട് വെക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ സാമാന്യ മര്യാദയുടെ ഭാഗമാണ്. അതൊക്കെ പഠിച്ചിരിക്കണം. അത് പഠിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അല്ലാതെ വലിയ തത്വവും ന്യായവും ചട്ടവും പ്രമാണവും ഒന്നും പഠിപ്പിക്കാൻ വേണ്ടി വരരുത്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിനകത്ത് വെറുതെ ഇരുന്ന പല ആൾക്കാർക്കും വീണ് കിട്ടിയ ഒരു കണ്ടന്റ് ആണല്ലോ, എന്നാൽ പിന്നെ നമുക്കൂടെ അങ്ങ് ആളായേക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഇയാളുടെ തലയിൽ കയറി അങ്ങോട്ട് നിരങ്ങാൻ തുടങ്ങുകയാണ്, ചട്ടങ്ങളും റൂളുകളും പഠിപ്പിക്കാൻ വേണ്ടി. ബഹളം മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും അനീഷിന്റെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, തൻ്റെ നടപ്പ്. ആ നടപ്പങ്ങ് തുടങ്ങി. ചുറ്റി അയാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് മുഴുവൻ ആൾക്കാർക്കും ചൊറിച്ചിലെടുത്തുകൊണ്ട് ഇയാളുടെ പുറകിന് തന്നെ നടന്ന് ഇയാളെ പ്രൊവോക്ക് ചെയ്യുകയാണ്. ഇയാളെ പ്രൊവോക്ക് ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ നടപ്പിലൂടെ ഇവരെ ഓരോരുത്തരെയും അനീഷാണ് പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനീഷ് ഇവർ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. അനീഷ് ഒരു പാട്ടങ്ങ് പാടാൻ തുടങ്ങി. പാട്ടുമൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നു. ഇവർ പറയുന്നത് ഒന്നും മൈൻഡ് ചെയ്യാതെ ഈ പാട്ടുമായിട്ട് മുമ്പോട്ട് പോകുന്ന അനീഷിനെ കയ്യിൽ കിട്ടിയ പപ്പടം പോലെ പൊടിച്ചു കളയാനുള്ള ആഗ്രഹത്തോടു കൂടി നാരീരത്നങ്ങളെല്ലാം അയാളുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ലൈവിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഡോക്ടർ ബെന്നി അവിടെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇയാൾക്ക് ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഇയാളെ മാത്രം സ്ക്രീനിൽ ഇങ്ങനെ നിറച്ചു നിർത്തുകയാണ്. പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും അയാളെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വാർത്തകളും ആരും കാണാൻ സാധ്യതയില്ല.
നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ആരും കാണാനും അറിയാനും പോകുന്നില്ല. അയാളുടെ പുറകിന് നടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് മാത്രമാണ് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടി നേട്ടമുണ്ടാകുന്നത് അയാൾക്ക് മാത്രമാണ്. ഇതൊന്ന് നിർത്തണം. ആര് കേൾക്കാനാണ്? ശാരികയാണെങ്കിൽ അനീഷിനെ അങ്ങ് അനുകരിക്കാൻ തുടങ്ങി. അനീഷ് നടക്കുന്നത് പോലെ തന്നെ ആ വീടിനകത്ത് മുഴുവനും ഒരു 10-15 മിനിറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ശാരിക ഈ ചെറുപയർ ഉരുണ്ടുരുണ്ട് പോകുന്നത് പോലെയുള്ള പോക്കും വരവും ഒക്കെ കാണുമ്പോൾ അനീഷിന് തന്നെ ചൊറച്ചിലെടുക്കുന്നുണ്ട്. എന്നിട്ട് അനീഷ് ശാരികയോട് പറയുന്നുണ്ട്, എന്നെ അഭിനയിക്കുകയാണെങ്കിൽ, എന്നെ അനുകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വൃത്തിക്കും വെടുപ്പിനും അനുകരിക്കണം, ഇങ്ങനെയല്ല ഞാൻ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ശാരികയ്ക്കിട്ട് 2 കൊട്ട് കൊടുത്തിട്ട് വീണ്ടും അനീഷ് തന്റെ പതിവ് നടത്താൻ തുടരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ കോമണർ കണ്ടസ്റ്റന്റ് വെറുപ്പിച്ച് അയാൾ കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങൾ സമൂഹത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരികയും അതേ സംബന്ധിച്ചുള്ള അടികൾ ഉണ്ടാക്കുകയും ഒടുവിൽ ഒറ്റപ്പെടുത്തപ്പെടുകയും അങ്ങനെ ഒടുവിൽ അയാൾ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ദയവായി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ലൈവ് കണ്ടവർ പ്രത്യേകിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.